إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. ആദരണീയരായ സത്യവിശ്വാസികൾ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അറിയപ്പെടുന്നവരുമായ ആളുകൾക്കെല്ലാം മേലിൽ ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത്, വ്യഭിചാര ആരോപണം പോലെയുള്ള കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് എത്ര മോശമായാണ് നമ്മളെല്ലാം അതിനെ നോക്കിക്കാണാറുള്ളത്. എത്ര പരിഹാസ രൂപേണയാണ് സോഷ്യൽ മീഡിയകളെല്ലാം അതിനെ ഏറ്റെടുക്കാറുള്ളത്. അത്രമേൽ നിന്ദ്യമായ, സമൂഹത്തിൽ നിന്ന് അയാളുടെ നിലയും വിലയുമെല്ലാം തകർന്നു പോകുന്ന, പിന്നീട് ഒരിക്കലും അയാൾ കയറിയ ഉന്നതികളിലേക്ക് അയാൾക്ക് തിരിച്ചു വരുവാൻ കഴിയാത്ത തരത്തിൽ അധപ്പതിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ നാം കാണുന്നവരും വായിക്കുന്നവരുമൊക്കെയാണ്. ജനങ്ങൾക്കിടയിൽ അത്തരക്കാരായ ആളുകളൊക്കെ തകർന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. കാരണം മറ്റൊന്നുമല്ല, അവൻ ചെയ്ത തെറ്റ് ആളുകൾക്കിടയിൽ ഗുരുതരമാണ് എന്നത്. ആളുകൾക്കിടയിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലും ഗൗരവമാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്യുന്നുവോ ഗുരുതരമായ തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് കൊലപാതകത്തെ, അതുപോലെ തന്നെ വ്യഭിചാരത്തെ എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുമുണ്ട്. എന്നാൽ അത്രയും നിന്ദ്യമായ തെറ്റ് ചെയ്ത ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവർ പറയുന്നത്, നബിയെ, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ കളങ്കമില്ലാത്തവളായി എത്തണം, ആ പാതകത്തിൻ്റെ പേരിൽ എനിക്ക് ശിക്ഷ അനുഭവപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നുവെന്ന ആദികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. നമുക്കറിയാം ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് തിരിച്ചയക്കുന്നു.
പ്രസവിച്ചതിന് ശേഷം വീണ്ടും സ്ത്രീ തിരിച്ചു വരുന്നു. കുട്ടിക്ക് മുല കൊടുക്കുവാനുള്ള 2 വർഷത്തെ അവകാശം വകവെച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചയക്കുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വ്യഭിചാരിക്കുള്ള ശിക്ഷ ആ സ്ത്രീക്ക് മേൽ നടപ്പാക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ മരിച്ച ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമ് നിന്ന് മയ്യത്ത് നമസ്കാരം നടക്കാനിരിക്കുന്നത്. ആ വേളയിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ഉയരുന്നത്, അല്ലയോ നബിയെ, ഒരു വ്യഭിചാരിണിയായ സ്ത്രീക്ക് വേണ്ടിയാണോ അങ്ങ് മയ്യത്ത് നമസ്കരിക്കുന്നത്? സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുവാൻ സാധ്യതയുള്ള ഒരു പ്രതികരണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിച്ചത്? ലഖദ് താബത് തൗബതൻ ലൗ ഖുസ്സിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന ലവസഅതുഹും. ഉമറെ, നിനക്കറിയുമോ, ആ സ്ത്രീ ചെയ്ത തൗബയുണ്ടല്ലോ, അവരുടെ പശ്ചാത്താപമുണ്ടല്ലോ, ഈ മദീനയിലെ 70 ആളുകൾക്കെങ്ങാനും അത് വീതിച്ചു നൽകുകയായിരുന്നെങ്കിൽ അതവർക്ക് മതിയാകുമായിരുന്നു. ഇവരുടെ തൗബ 70 ആളുകൾക്ക് അവരുടെ തൗബയായി വീതിച്ചു നൽകുമായിരുന്നെങ്കിൽ അവരുടെ പാപങ്ങൾ കഴുകിക്കളയുവാൻ ആ സ്ത്രീ ഒരുവളുടെ തൗബ മതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിച്ചത്. നാം റമദാനിലാണ്. റമദാൻ പാപമോചനത്തിന്റെ മാസമാണ്. തിന്മകൾ ഏറെയായി വന്ന ആളുകളാണ് നമ്മളൊക്കെ. പരിശുദ്ധമായ റമദാനിൽ ആ തിന്മകളെ കഴുകിക്കളയണം എന്നത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ പടികൾ കയറുമ്പോൾ ആമീൻ 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 എന്ന് 3 തവണ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞത്. സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന 3-1 മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു അബ്അദഹുല്ലാഹ്. ആ ഒരു മനുഷ്യൻ അവന് റമദാനിലായിട്ട് റമദാൻ അവനിലേക്ക് വന്നിട്ട് പാപങ്ങൾ കഴുകിക്കളയുവാൻ കഴിയാത്ത മനുഷ്യൻ അവൻ വിദൂരമാകട്ടെ, അവൻ നശിച്ചു പോയിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പാപമോചനത്തിന്റെ മാസമാണ്. തെറ്റുകൾ മനുഷ്യ സഹജമായി വന്നു പോയിട്ടുണ്ടാകാം. ഇവിടെ പറഞ്ഞത് ഒരു സ്വഹാബി വനിതക്കേറ്റ ഗുരുതരമായ പാപത്തെ കുറിച്ചാണ്. അതിൽ അവർക്ക് വന്ന പശ്ചാത്താപത്തിന് ഉത്തരമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത് 70ഓളം മദീനയിലെ സ്വഹാബികൾക്ക് അവരുടെ തൗബയെങ്ങാനും വീതിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ അവരുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുവാൻ മാത്രമാണ് അവർക്ക് ആ തെറ്റിലുണ്ടായ ഖേദം. നമുക്കും നമ്മളുടെ മനസ്സുകളിൽ നാം ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള ഖേദങ്ങൾ നിറയണം. അള്ളാഹുവിനോട് നിറകണ്ണുകളോടുകൂടി പാപമോചനം തേടുവാൻ ഈ മാസത്തിൽ പ്രത്യേകമായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറയുന്നതായി തന്റെ അടിമകളോട് പറയുന്നതായ വാക്കുകൾ എത്ര സുന്ദരമാണ്. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാപ്പകലുകളിൽ തെറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് തെറ്റ് വരുന്നവരാണ്, രാപ്പകലുകളിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണ്. വഅനാ അഗ്ഫിറു ദുനൂബ ജമീആ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാം. ഫസ്തഗ്ഫിറൂനി യഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പാപമോചനം ഇരക്കുക, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഖുർആനും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത് വയഅലമു മാ തഫ്അലൂൻ. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, അവനാണ് അവന്റെ അടിമകളിൽ നിന്ന് അവർ ചെയ്ത തെറ്റുകളെ അവനാണ് സ്വീകരിക്കുന്നവൻ. വയഅഫു അനിസ് സയ്യിആത്, അവരുടെ തെറ്റുകളെ മായ്ച്ചു കളയുന്നവൻ അവൻ തന്നെയാണ്. വയഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ പാപികളായ ആളുകളോട് പറയുന്നു, തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ,
ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്താപം ഇറക്കുക, നിങ്ങൾ ഖേദിച്ചു മടങ്ങുക, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചവരുടെ കൂട്ടത്തിലായേക്കാം. അതുകൊണ്ട് തന്നെ റമദാനിൽ നാം ചെയ്ത തെറ്റുകളെ അത് ഞാൻ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശനായി തിരിഞ്ഞു നടക്കുകയല്ല, പിന്നെയും തിന്മകളിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുകയല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിനെ തേടുവാൻ വളരെ കൃത്യമായും നാം ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും റമദാൻ നമ്മളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എന്ന കാര്യം നാം മനസ്സിലാക്കുക. എത്ര സന്തോഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകൾ അവനോട് പാപമോചനം ഇരന്നാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഉദാഹരണം അറബികൾക്ക് ശരിക്കും പരിചയമുള്ളതാണ്. കാരണം അവർ മരുഭൂമിയിൽ വസിക്കുന്നവരും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഉദാഹരണം, ഒരു മനുഷ്യൻ തന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. ദീർഘമാണ് യാത്ര. അദ്ദേഹം ഉള്ളത് മരുഭൂമിയിലാണ്. മരുഭൂമി നമുക്കറിയാം ജനവാസമില്ലാത്ത പ്രദേശമാണ്, ജലമില്ലാത്ത പ്രദേശമാണ്, വെള്ളമില്ലാത്ത പ്രദേശമാണ്, ജനവാസമില്ലാത്ത പ്രദേശമാണ്. അങ്ങനെയുള്ള ദുർഘടമായ വഴിയിലൂടെ തന്റെ ഈ മരുഭൂമിയുടെ അക്കരെ കടക്കുവാനുള്ള എല്ലാവിധ ഭക്ഷണവും വെള്ളവും ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ സംഗതികളുമെല്ലാം കൊണ്ടാണ് ആ മനുഷ്യന്റെ യാത്ര. അങ്ങനെ പോകുമ്പോ ഒരു മരത്തണൽ അദ്ദേഹം കാണുകയാണ്. ചുട്ടുകൊള്ളുന്ന ആവി പൊന്തുന്ന മരുഭൂമിയിൽ ഒരു മരത്തണൽ കണ്ടാൽ ആരും ഒന്ന് പോയി വിശ്രമിക്കുമല്ലോ. അദ്ദേഹം ആ മരത്തണലിലേക്ക് പോയി ആ മരത്തണലിലിരുന്ന് അവിടെ വിശ്രമിക്കുകയാണ്. ക്ഷീണമുണ്ടാകും, വലിയ യാത്ര ചെയ്തവനാണ്. അറിയാതെ ആ മരത്തണലിലിരുന്ന് അയാൾ ഉറങ്ങിപ്പോവുകയാണ്. അയാൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ആകെ തകർന്നു പോകുന്നു. കാരണം തന്റെ ഭക്ഷണവും തന്റെ വെള്ളവും തന്റെ പാതേയവും എല്ലാം ഉണ്ടായിരുന്ന ഒരുക്കി വെച്ച തന്റെ ഒട്ടകം അവിടെ നിന്ന് കയറഴിഞ്ഞ് എവിടെയോ പോയിരിക്കുന്നു. അയാൾ ആകെ നിരാശനാകുന്നു. അയാളുടെ മുന്നിൽ മരണമെത്തുമെന്ന രംഗത്തിലേക്ക് ആ മനുഷ്യൻ എത്തുമെന്നത് സ്വാഭാവികം. വെള്ളവും ഭക്ഷണവുമില്ലാതെ മരിക്കാൻ കിടക്കേണ്ടി വരുന്ന ആളുകൾ തന്റെ വിളിയാർപ്പുകൾ കേൾക്കാത്ത ഒരു സ്ഥലത്ത് ആ മനുഷ്യൻ നിൽക്കുകയാണ്. എങ്കിലും തളർന്ന ക്ഷീണത്താൽ വീണ്ടും അയാൾ ഉറങ്ങിപ്പോകുന്നു. അയാൾ ആ ഉറക്കിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് അത്ഭുതം, അയാളുടെ മുന്നിൽ തന്റെ നഷ്ടപ്പെട്ട ഒട്ടകത്തെ കാണുന്നു. അതിന്റെ പുറത്ത് അതിന്റെ ഭാണ്ഡം കാണുന്നു. പെട്ടെന്ന് പോയി അതിന്റെ മൂക്കുകയർ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി അറിയാതെ അയാൾ പറഞ്ഞു പോവുകയാണ്, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാകുന്നു. അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക് എന്നാണ് അയാൾ പറയേണ്ടത്. റബ്ബേ ഞാൻ നിന്റെ അടിമയും നീ എന്റെ രക്ഷിതാവുമാകുന്നു. പക്ഷെ അറിയാതെ അദ്ദേഹത്തിന്റെ ആഹ്ലാദത്തിൽ അഭിരമിച്ചുകൊണ്ട് അറിയാതെ അയാൾ പറയുന്ന വാക്കുപോലും തെറ്റിപ്പോകുന്നു അയാളുടെ സന്തോഷ നിമിത്തം. ഇത് പറഞ്ഞു തരുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരാൾ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതെത്രമേൽ ഇഷ്ടമാണ് എന്ന് പഠിപ്പിക്കുവാനാണ് അറബികളെ മരുഭൂമിയിലെ കൃത്യമായും അവർക്കറിയാവുന്ന ഒരു ഉദാഹരണത്തെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ നാം കൃത്യമായും മനസ്സിലാക്കുവാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. റമദാനിലാണ്, പാപമോചനത്തിന്റെ മാസത്തിലാണ്, പാപമോചനം ലഭിക്കാത്തവൻ നഷ്ടത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മാസത്തിലാണ് നാം ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകൾ തന്റെ തെറ്റുകാരായ അടിമകളിലേക്ക് രാവിലും പകലിലുമില്ലാതെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ തആല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസിഅൻ നഹാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്നു, രാത്രിയിൽ നീട്ടിക്കൊണ്ടിരിക്കുന്നു. പകലിൽ തെറ്റു ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സോടെ ഉയർത്തുന്ന കൈകൾ അത് പകലിൽ തെറ്റു ചെയ്തവൻ രാത്രിയിൽ ഉയർത്തുകയാണെങ്കിൽ സ്വീകരിക്കുവാൻ അല്ലാഹു തയ്യാറാണ്. വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസിഅൽ ലൈൽ,
രാത്രിയിൽ തെറ്റു ചെയ്തവന്റെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ ഒരുങ്ങി നിൽക്കുന്നു. ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഒരു ദിവസം ആകെ നമ്മളെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് സൂര്യൻ നേരെ അതിന്റെ എതിർഭാഗത്ത് നിന്ന് ഉദിച്ചു വരുന്ന ഒരു രംഗമുണ്ട്. അതിനുശേഷം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മളോട് തൗബ ചെയ്യുവാൻ, വേഗത്തിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ പഠിപ്പിക്കുകയും നമുക്ക് മനസ്സിലാക്കി തരുകയും ചെയ്യുകയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും തെറ്റുകൾ ചെയ്ത ആളുകൾ ആ ചെയ്ത തെറ്റിൽ അവർക്ക് പശ്ചാത്താപം വന്ന് അവരതിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയാലും വിടാതെ പിന്തുടരുന്ന ആളുകളുണ്ട്. അവൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവനോട് എടുത്തു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ നന്മയുടെ വഴിയിലേക്ക് നടന്നു വരുവാൻ സമ്മതിക്കാത്ത ആളുകൾ. എന്നാലും നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, നീ അങ്ങനെയുമെല്ലാം പ്രവർത്തിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കുകയും അവരെ അരിക്കാക്കുകയുമെല്ലാം ചെയ്യുവാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം. മൂസ അലൈഹിസ്സലാം തന്റെ നാട്ടിൽ തന്റെ ആളുകൾക്കൊപ്പം ജീവിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് നാട് വിട്ടു എന്നത് നമുക്കറിയാം. കൊലപാതകിയായതുകൊണ്ടാണ്. ആ നാട്ടിൽ ഒരു കൊലപാതകം അറിയാതെ ചെയ്തു പോയതിന്റെ കാരണത്താലാണ് മൂസ അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്നും നാട് വിട്ടു പോകേണ്ടി വരുന്നത്. ഒരു കൊലയാളിയായിക്കൊണ്ടാണ്. പിന്നീട് അദ്ദേഹം തന്റെ ജനങ്ങളിലേക്ക് മടങ്ങി വരുന്നത് ജനങ്ങൾക്ക് സന്മാർഗം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആളുകൾ പറഞ്ഞു, മൂസ നീ ഇങ്ങനെയും എല്ലാം ചെയ്തവനല്ലേ, നീ ഒരു കൊലയാളിയല്ലേ, അങ്ങനെയെല്ലാം ആളുകൾ പറയുകയുണ്ടായി. പക്ഷെ ആളുകൾ എന്ത് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ തെറ്റ് അയാളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ, പിന്നെ അയാൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, അയാൾ ഖേദിച്ചു മടങ്ങിയാൽ, അയാൾ നന്മയുടെ വഴിയിൽ സഞ്ചരിച്ചാൽ, വിടാതെ പിന്തുടരുന്ന ആളുകൾ അവരാണ് സൂക്ഷിക്കേണ്ടത് എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ചത് തന്റെ സ്വന്തം മക്കളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ആളാണ്. നിറഞ്ഞ കണ്ണുകളോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നത്. നബിയെ എനിക്ക് പുറത്തു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരാളുടെ ചരിത്രമുണ്ടല്ലോ. 100 ആളുകളെ കൊന്നുകൊണ്ടാണ് അയാൾ പശ്ചാത്തപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പശ്ചാത്താപത്തെ സ്വീകരിച്ചുവെന്ന കാര്യം, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകാരനായ അയാൾ അള്ളാഹുവിനോട് ആ തെറ്റിൽ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പിന്നീട് അയാളെ വിടാതെ പിന്തുടരുന്ന സ്വഭാവമുള്ളവർ അത് മാറ്റേണ്ടതുണ്ട് എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് പറയുകയാണ്, യബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക മാ അലാ മാ കാന മിൻക വലാ ഉബാലി. എന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, ആദമിന്റെ മകനെ, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്താൽ നീ മുൻകഴിഞ്ഞു പോയ ചെയ്ത പാപങ്ങളെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരാം. വലാ ഉബാലി, അതിലൊരു പ്രശ്നവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പുറത്തു തരാൻ തയ്യാറാണ് എന്ന് നമ്മോട് പറയുന്നു. യബ്ന ആദം ലൗ ബലഗത ദുനൂബക അനാന സമായി സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക്. അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, മനുഷ്യ, നീ ആകാശം മുട്ട തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് നീ ആ തിന്മയിൽ പശ്ചാത്തപിക്കുവാൻ തയ്യാറായാൽ ഗഫർതു ലക, ഞാൻ നിനക്ക് നിന്റെ പാപം പുറത്തു തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തിന്മകൾ ചെയ്തവരുടെ തെറ്റുകൾ ഏറ്റെടുക്കുവാൻ, മായ്ച്ചു കളയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. പ്രത്യേകിച്ചും റമദാനിൽ ആ തിന്മകൾ മായ്ക്കപ്പെടാതെ റമദാൻ അവസാനിച്ചു പോകുന്നവൻ നശിച്ചിരിക്കുന്നു, അവൻ വിദൂരമായിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നതുകൊണ്ട് തന്നെ നാം ചെയ്ത തെറ്റുകൾക്ക് പാപമോചനം തേടുവാൻ ധൃതി കാണിക്കേണ്ടതുണ്ട്. കാരണം മരണം നമ്മളിലേക്ക് എപ്പോഴാണ് വന്നെത്തുക എന്നത് നമുക്കറിയില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തി കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിച്ച് മരിക്കുകയാണ് എന്നുറപ്പാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങുകയാണ്, മരണമാണ് വരുന്നത്.
എന്നറിയുന്ന സമയത്ത് ആളുകൾ പശ്ചാത്തപിക്കുവാൻ തയ്യാറാകും. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു, ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ പാപമോചനം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ സ്വീകരിക്കുകയുള്ളൂ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തി താൻ മരിക്കുകയാണെന്ന് മനസ്സിലായതിനു ശേഷം അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ, നാം ചെയ്ത തെറ്റുകളെ റബ്ബിനോട് ഏറ്റുപറയുവാൻ, നാം ചെയ്ത തെറ്റുകളിൽ നിന്ന് വിട്ടൊഴിയുവാൻ, അവനോട് പശ്ചാത്തപിക്കുവാൻ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കുവാൻ റമളാനിന്റെ ദിനരാത്രങ്ങൾ നമ്മളിലൂടെ കൊണ്ടിരിക്കുകയാണ് എന്ന ബോധത്തോടുകൂടി അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് പാപമോചനം ഇറക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.